ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറയിൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്കിലേക്കും ഏവർക്കും സ്വസ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എങ്ങനെ നമുക്ക് ഈ ശബരിമല സീസണൊക്കെ അല്ലേ, അപ്പോൾ ഈ സീസണിൽ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിക്കുകയും അതിലൂടെ പനിയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സീസണിൽ മരുന്ന്, ഇതൊരു കൂട്ടാണ്, മരുന്ന് കൂട്ടാണ്. ഇവർക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയാണ്. ഇതാണ് സാധനം. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. ജീരകം, ജീരകം ചേർന്നിട്ടുണ്ട്, ജീരകം, കുരുമുളക്, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചിയൊക്കെ എന്ന് പറയുന്നത് ഉണക്ക ഇഞ്ചിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇത് ഇത്രയൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തി തിന്നുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇച്ചിരി പുളിയും കൂടെ, കുടംപുളിയല്ല പിഴുപുളി, കുടംപുളി ചേർക്കുന്നത് ഇച്ചിരി കൂടെ നല്ലതാണ്, കാരണം വയറുവേദന വരാതിരിക്കാനായിട്ട്. ഞങ്ങൾക്ക് കുടംപുളി തീർന്നു പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പിഴുപുളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് സമൂലം നല്ല പോലെ വറുത്ത് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ചോറുണ്ണാനും പറ്റും അവർക്ക്. അതിനോടൊപ്പം ഇവരുടെ ഉള്ളിൽ ഈ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഈ ശബരിമല സീസണിൽ പോകുന്നവരല്ലേ, അപ്പോൾ അതൊക്കെ മാറാനും ഏറ്റവും കൂടുതൽ ഗുണകരമാണ് കേട്ടോ. നമുക്ക് കഴിക്കാം. നമ്മുടെ വീട്ടിൽ പൊടിമക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടിമക്കൾക്ക് ഒരിച്ചിരി ലേശം ഒരു പേരിനും വേണ്ടി അതിൻ്റെ മണ്ടയിൽ തൂകി പുരട്ടി ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഈ ചളി, ഉള്ളിലുണ്ടാകുന്ന ചളി ആവട്ടെ, ആവശ്യമില്ലാത്ത പനി, ജലദോഷം, തുമ്മൽ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂട്ട്. ഇതിനകത്ത് തേങ്ങ, ഇഞ്ചി, കുരുമുളക്, ജീരകം, പിഴുപുളി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഒരു ചിട്ടിക, ഒരിത്തിരിയോളം മഞ്ഞളും, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. അപ്പം ഇത്രയും ചേർത്ത് പൊടിച്ച് നല്ല ഭദ്രമായിട്ട് വെക്കണം. നമ്മൾ മിക്സി തന്നെ എടുത്ത് കഴുകിക്കൊണ്ട് വന്നിട്ട് നല്ല പോലെ തുടച്ചതിന് ശേഷം ചമ്മന്തി പൊടിക്കാവൂ. ഇതിപ്പോൾ ചൂടാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തണുക്കാതെ നമുക്ക് ഫ്രിഡ്ജിൽ മിക്സിയിലിട്ട് അടിക്കാൻ പറ്റത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിക്സി ചൂടാവും. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, അപ്പം ഒന്ന് ചൂടാറട്ടെ എന്ന് കരുതി വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പം ഇതിപ്പോൾ ഏതാണ്ടൊക്കെ കുറേയൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു ചിട്ടിക എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഇതും കൂടെ ഇടണം, മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തുള്ള ചൂടുണ്ടല്ലോ, ആ ചൂടിൽ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം തുടച്ചല്ലോ മോനെ മിക്സി നല്ലപോലെ. അതാണ്ട് ഇതിൽ നിന്ന് ഒരു ലേശം മല്ലിപ്പൊടിയും കൂടെ അതിനകത്ത് ഇടണം. ലേശം, ഒരു സ്പൂൺ ഇടല്ലേ, ഒരു ലേശം ഇടാവുള്ളൂ കേട്ടോ. എല്ലാം ഒരു പേരിനും വേണ്ടി. അപ്പം അത് വിട്ടു. അപ്പോൾ ഈ മുളക് പൊടി വേണ്ട മോനെ. എൻ്റെ കുഞ്ഞാച്ചിയും കൂടെ സഹായിക്കും. ഇന്ന് എരിഞ്ഞ് ചാവും. കണ്ടോ, എടുത്താൽ പൊങ്ങാത്ത കുപ്പിയും കൊണ്ട് പോവാം. അയ്യപ്പൻ, കന്നി അയ്യപ്പനാ. അത്ര ഇടല്ലേ, അത്ര ഇട്ടോ, മതി. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ആയുർവേദം എന്നും നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഒരിക്കലും ആർക്കും ഒരു ദോഷം വരുന്നതല്ല ആയുർവേദം എന്ന് പറയുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.